ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും മോം ഓർഗാനിക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഹെർബൽ ഫേസ് വാഷ് ആയിട്ടാണ് കേട്ടോ. അപ്പൊ കുറെ പേരായി നമ്മളോട് ഫേസ് വാഷിന്റെ വീഡിയോ ചെയ്യാമെന്ന് ചോദിച്ചിട്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഇന്ന് നല്ലൊരു അടിപൊളി ഹെർബൽ ഫേസ് വാഷ് എങ്ങനെ നമുക്ക് പെട്ടെന്ന് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാമെന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യം കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് എന്റെ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമന്റ് ചെയ്യണം കേട്ടോ. അപ്പൊ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പൊ ഞാനിവിടെ കുറേ സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട് അല്ലേ. അപ്പൊ നിങ്ങൾ വിചാരിക്കണോ ഇത്രയും ഐറ്റംസ് വെച്ചിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ നമ്മളെ ഒരു എന്താ പറയാ അടിപൊളി ഫേസ് വാഷ് അല്ലേ. അപ്പൊ അതിൽ കുറച്ചുകൂടെ ഇൻഗ്രീഡിയൻസ് കൂടുതൽ നമ്മൾ ആഡ് ചെയ്യാന്ന് വിചാരിച്ചു കേട്ടോ. അപ്പൊ നമ്മൾ ആദ്യം തന്നെ എടുത്തിട്ടുള്ളത് നമ്മുടെ ഫേസ് വാഷിന്റെ ബേസ് ആണ്. SLS ഫ്രീ ആയിട്ടുള്ള ഫേസ് വാഷിന്റെ ബേസ് ആണ് കേട്ടോ നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് DM വാട്ടർ ആണ് കേട്ടോ. DM വാട്ടർ നമ്മള് എല്ലാ വീഡിയോസിലും പറയുന്നതാണ്. അപ്പൊ എല്ലാവർക്കും സംശയമാണ് എന്താണ് ഈ DM വാട്ടർ. അപ്പൊ DM വാട്ടർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡീമിനറലൈസ്ഡ് വാട്ടർ അല്ലെങ്കിൽ ഡിസ്റ്റിൽഡ് വാട്ടർ കേട്ടോ. അപ്പൊ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ധാതുക്കളൊക്കെ മാറ്റിയിട്ടുള്ള വാട്ടറാണ്, മിനറലൈസേഷൻ ചെയ്തിട്ടുള്ള വാട്ടറാണ്. അപ്പൊ ഇത് നമ്മൾ കോസ്മെറ്റിക് ഐറ്റംസ് ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്ന വാട്ടറാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ ടാപ്പ് വാട്ടറിലൊന്നും ചെയ്യാനായിട്ട് പാടില്ല, ഡീമിനറലൈസ്ഡ് വാട്ടറിൽ തന്നെ ചെയ്യണം. അതാണ് നമ്മുടെ DM വാട്ടർ. അപ്പൊ ഇനി ആർക്കും സംശയമില്ലല്ലോ. അപ്പൊ നമ്മൾ DM വാട്ടർ എടുത്ത് വെച്ചിട്ടുണ്ട്, വെജിറ്റബിൾ ഗ്ലിസറിൻ, അതുപോലെ തന്നെ 2-3 എക്സ്ട്രാക്റ്റുകളാണ് നമ്മളിവിടെ ആഡ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. നമ്മൾ ഫ്രഷ് ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഷെൽഫ് ലൈഫ് കുറച്ച് കുറവായിരിക്കും. അപ്പൊ നമ്മൾ എക്സ്ട്രാക്ട് വെച്ചിട്ടാണ് ഇന്ന് ചെയ്യാൻ പോണത് കേട്ടോ. പിന്നെ നമ്മൾ അതിലേക്കുള്ള ഫ്രാഗ്രൻസ് ഓയിലുകള്, പിന്നെ വെജിറ്റബിൾ ഗ്ലിസറിൻ, ഇത്രയും ഐറ്റംസ് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഞാൻ ചെയ്യുന്ന സമയത്ത് ഇതിന്റെ കറക്റ്റ് മെഷർമെന്റ് എന്താന്ന് പറഞ്ഞു തരാം കേട്ടോ. അപ്പൊ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ഫേസ് വാഷിന്റെ ബേസ് നമുക്ക് ഇതുപോലൊരു വായുവട്ടമുള്ള പാത്രത്തിൽ ചെയ്യുന്നതാണ് കേട്ടോ കുറച്ചുകൂടെ നല്ലത്. അപ്പൊ നമ്മൾ ഫേസ് വാഷിന്റെ ബേസ് 500 ഗ്രാം ആണ് എടുത്തിട്ടുള്ളത്. അപ്പൊ 500 ഗ്രാം ഫേസ് വാഷ് ബേസ് നമ്മൾ ആദ്യം ഈ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാണ് കേട്ടോ. അപ്പൊ നമ്മള് ഫേസ് വാഷിന്റെ ബേസ് മൊത്തമായിട്ട് ഈ പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നെക്സ്റ്റ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് 20 അല്ല കേട്ടോ, 200 ml DM വാട്ടർ 500 ml ഫേസ് വാഷിന്റെ ബേസിലോട്ട് ഒഴിച്ചു കൊടുക്കാണ് കേട്ടോ. 200 ml കേട്ടോ, 200 ml ആണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. DM വാട്ടർ 200 ml ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മളൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ DM വാട്ടറും അതുപോലെ തന്നെ ഷാംപൂ ബേസും നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. ഇനി നമുക്ക് പുറത്തുനിന്ന് ഫേസ് വാഷ് വാങ്ങിക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഓർഗാനിക് ആയിട്ട് നമുക്ക് ഫേസ് വാഷ് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. നമ്മുടെ ഫേസ് നല്ല ക്ലിയർ ആയിട്ട് ഇരിക്കാനും ഒക്കെ നമ്മൾ ഈ ഫേസ് വാഷ് യൂസ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. നമുക്ക് ഒരുപാട് റിസൾട്ട് പറഞ്ഞിട്ടുള്ളതാണ് ഈ ഫേസ് വാഷിനെ കുറിച്ചിട്ട് നമ്മുടെ കസ്റ്റമേഴ്സ്. അപ്പോ നിങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നവരൊക്കെ ആണെങ്കിൽ ഉണ്ടാക്കി നോക്കുക, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ. ആർക്കെങ്കിലും ഒക്കെ ആവശ്യം ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യാം. അപ്പൊ നമ്മള് രണ്ടും കൂടി നല്ല രീതിയിൽ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഫേസ് വാഷിന്റെ ബേസും അതുപോലെ തന്നെ DM വാട്ടറും നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് ഓരോ എക്സ്ട്രാക്റ്റുകളാണ് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ആദ്യം തന്നെ നമ്മള് നീമിന്റെ എക്സ്ട്രാക്റ്റ് ആണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ ഇനി നമ്മള് നീമിന്റെ എക്സ്ട്രാക്ട് ഓയിൽ ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ നീമിന്റെ എക്സ്ട്രാക്ട് നമ്മള് 25 ml ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതുപോലെ ഒരു മെഷർമെന്റ് കപ്പില് 25 ml എടുത്തിട്ടുണ്ട്. അത് നമ്മള് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാണ് നീമിന്റെ എക്സ്ട്രാക്ട്. അപ്പൊ നമ്മള് നീമിന്റെ എക്സ്ട്രാക്ട് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ അലോവേറയുടെ എക്സ്ട്രാക്ട് ഒരു 10 ml ആണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതുപോലെ ഒരു മെഷർമെന്റ് കപ്പുള്ളത് നല്ലതാണ് കേട്ടോ, നമുക്ക് അളന്ന് കറക്റ്റ് ആയിട്ട് ഒഴിക്കാനായിട്ട്. അപ്പൊ നമ്മള് അലോവേറയുടെ എക്സ്ട്രാക്ട് ഒരു 10 ml ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഓരോ എക്സ്ട്രാക്റ്റുകൾ ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴും നമുക്ക് ഒന്ന് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം.
അപ്പൊ ഇനി നമ്മൾ നെക്സ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ തുളസിയുടെ എക്സ്ട്രാക്ട് ആണ് കേട്ടോ. തുളസിയുടെ എക്സ്ട്രാക്ട് നമ്മൾ 5 ml ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ 5 ml നമുക്ക് ഇതുപോലത്തെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ 5 ml തുളസി ആഡ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മള് ലിക്വറൈസ്, നമ്മള് ഇരട്ടി മധുരം ഒക്കെ നല്ലതാണ് കേട്ടോ നമ്മുടെ ഫേസിൽ. നമുക്ക് അതിന്റെ പൗഡർ വെച്ചിട്ടുള്ള ഫേസ് പാക്ക് ഇടുന്നതും അതുപോലെ തന്നെ ഇരട്ടി മധുരത്തിന്റെ സോപ്പ് നമ്മുടെ കയ്യില് അവൈലബിൾ ആണ് കേട്ടോ. ലിക്വറൈസിന്റെ നല്ല അടിപൊളി സോപ്പാണ്. അപ്പൊ ഇനി നമുക്ക് ലിക്വറൈസിന്റെ എക്സ്ട്രാക്ട് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇതിൽ നമ്മൾ ചേർക്കുന്നതൊക്കെ നല്ല അടിപൊളി സാധനങ്ങളാണ് കേട്ടോ. അപ്പൊ ലിക്വറൈസ് ഇരട്ടി മധുരത്തിന്റെ എക്സ്ട്രാക്ട് നമ്മള് ആഡ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മള് മഞ്ചിഷ്ട പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. മഞ്ചിഷ്ട നമ്മുടെ ഒരു അടിപൊളി താരമാണ്. അത്രയും നല്ല റിസൾട്ട് തരുന്ന ഒരു അടിപൊളി ആയുർവേദ ഒരു മെഡിസിൻ ആണ് മഞ്ചിഷ്ട പൗഡർ. അതുപോലെ തന്നെ നമ്മൾ എക്സ്ട്രാക്റ്റും അതേപോലെ ഗുണമുള്ളതാണ് കേട്ടോ. അപ്പൊ നമ്മൾ എക്സ്ട്രാക്ട് ഇതേ 5 ml ആഡ് ചെയ്തിട്ടുണ്ട്. നല്ലതുപോലെ ഇതെല്ലാം മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പൊ നമ്മൾ ഇതിൽ എത്ര എക്സ്ട്രാക്ട് ചേർത്തു? നമ്മൾ നീമിന്റെ ചേർത്തു, അലോവേരയുടെ ചേർത്തു, മഞ്ചിഷ്ടയുടെ ചേർത്തു, ലിക്വറൈസിന്റെ ചേർത്തു, പിന്നെ നമ്മള് മഞ്ചിഷ്ടയുടെ, ലിക്വറൈസിന്റെ, നീമിന്റെ 5 എക്സ്ട്രാക്റ്റുകളാണ് കേട്ടോ നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. നല്ലതുപോലെ നമ്മള് മിക്സ് ആക്കി കൊടുക്കാണ്. നെക്സ്റ്റ് വന്നിട്ട് ഇത് ഇതിന്റെ ഒരു എന്താ പറയാ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു എക്സ്ട്രാക്ട് ആണ്. ഇതൊരു സ്പെഷ്യൽ ആയിട്ടുള്ള എക്സ്ട്രാക്റ്റ് ആണ് കേട്ടോ. 1-2 എക്സ്ട്രാക്റ്റുകളെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു അടിപൊളി ഒരു എക്സ്ട്രാക്റ്റ് ആണ്. അപ്പോൾ ഒരു മിക്സഡ് എക്സ്ട്രാക്റ്റ് ആണ് കേട്ടോ ഇത്. നമ്മുടെ സീക്രട്ട് ആണ് നമ്മുടെ ഈ എക്സ്ട്രാക്റ്റ് ആണ്. അപ്പൊ നമുക്ക് ഇത് കുറച്ച് എന്താ പറയാ അടിപൊളി എക്സ്ട്രാക്റ്റ് ആണ്. നമ്മുടെ ഫേസ് വാഷിന്റെ സീക്രട്ട് ആണ് ഞാനിപ്പോ ലാസ്റ്റ് ആഡ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അത് നമ്മള് ഒരു 5 ml ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് നമ്മളോട് ഒരുപാട് ആൾക്കാർ പറഞ്ഞു കേട്ടോ നല്ല ചേഞ്ച് ഉണ്ട് എന്നുള്ളത്. അപ്പൊ ഇതേ നമ്മളെ എല്ലാ എക്സ്ട്രാക്റ്റുകളും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആഡ് ചെയ്യുന്നത് ഫ്രാഗ്രൻസ് ഓയിൽ ആണ് കേട്ടോ. അപ്പൊ ഫ്രാഗ്രൻസ് ഓയിൽ നമുക്കൊരു 4 ml ആഡ് ചെയ്ത് കൊടുക്കാം. 4 ml ഫ്രാഗ്രൻസ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിന് കുറവാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് അധികം സ്മെല്ലിന്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. കുറച്ച് ആഡ് ചെയ്യുമ്പോഴേക്കും നമുക്ക് നല്ല സ്മെല്ല് ഉണ്ടാവും. നമുക്ക് ഒരു 2 ml അല്ലെങ്കിൽ 3 ml ആഡ് ചെയ്താൽ മതിയാവും കേട്ടോ. നല്ല അടിപൊളി സ്മെല്ലാണ് കേട്ടോ നമ്മൾ ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മള് സ്മെല്ല് ഫുള്ളായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഗ്ലിസറിൻ ആണ് കേട്ടോ. ഗ്ലിസറിൻ വെജിറ്റബിൾ ഗ്ലിസറിൻ ആണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് 10 ml ഗ്ലിസറിനൂടെ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഗ്ലിസറിൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വൈറ്റമിൻ ഇ ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് വൈറ്റമിൻ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. വൈറ്റമിൻ നമ്മുടെ ഇങ്ങനെ ഡ്രോപ്പ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ തന്നെ 0.5 ml ആണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ വൈറ്റമിൻ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഇത്ര സമയം മതി. നമ്മുടെ അടിപൊളി ഫേസ് വാഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കൂടുതൽ പറയാൻ തന്നെ കാരണം അത്രയും സൂപ്പർ ആയിട്ടുള്ള ഫേസ് വാഷ് ആണ് കേട്ടോ ഇത്. ഇനി നമുക്ക് നെക്സ്റ്റ് വേണ്ടത് കളറാണ്. ഇപ്പൊ നമുക്ക് വൈറ്റ് കളറിലാണ് നമ്മുടെ ഫേസ് വാഷ് ഇരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് അതില് കളർ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഞാന് റെഡ് കളറാണ് കേട്ടോ ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ 1 ഡ്രോപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 1 ഡ്രോപ്പ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേനും പതകൾ പൊന്തുന്നുണ്ട് കേട്ടോ. ഇത് കുറച്ച് കഴിയുമ്പോൾ ഇതിലെ പതയൊക്കെ മാറിയതിന് ശേഷം നമുക്കിത് ബോട്ടിലേക്ക് മാറ്റാം കേട്ടോ. കുറച്ച് നേരം ഇങ്ങനെ നമ്മൾ പുറത്ത് വെക്കുകയാണെങ്കിൽ ഇതിന്റെ ബബിൾസ് ഒക്കെ മാറി നല്ല അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ. ഇപ്പൊ ഞാൻ ചെറുതായിട്ടാണ് കളർ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. കളർ നമുക്ക് അധികം ആവശ്യമില്ല കേട്ടോ. ഞാനിപ്പോ 1 ഡ്രോപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. 2 ഡ്രോപ്പ് കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാണ് കേട്ടോ. ടോട്ടൽ ഞാൻ 3 ഡ്രോപ്പാണ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. അതേ നല്ലതുപോലെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കാണ് കേട്ടോ. ഇതുപോലെ നമുക്ക് വേറെ തരം എക്സ്ട്രാക്റ്റുകൾ നമ്മളിപ്പോ 5 തരം എക്സ്ട്രാക്റ്റ് ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും എക്സ്ട്രാക്റ്റുകൾ ഇതിന് പകരമായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ചെയ്യാട്ടോ. അല്ലെങ്കിൽ നമുക്ക് നീമിന്റെ
ഒറിജിനൽ ലീഫ് നമുക്ക് DM വാട്ടറിലിട്ട് നന്നായി തിളപ്പിച്ചിട്ട് നമുക്ക് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ ഞാൻ കൂടുതലും എക്സ്ട്രാക്റ്റുകളാണ് നമ്മുടെ ഫേസ് വാഷിലും അതുപോലെ തന്നെ ഷാമ്പൂലൊക്കെ യൂസ് ചെയ്യാറുള്ളത് കേട്ടോ. അപ്പൊ അതേ നമ്മുടെ അടിപൊളി ഫേസ് വാഷ് ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ. ഒരു മാജിക്കൽ ഫേസ് വാഷ് ആണിത്. നല്ല സ്മെല്ലാണ് കേട്ടോ, നല്ല സ്യൂട്ടാവുന്ന സ്മെല്ലാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇനി നമുക്കിത് കുറച്ചു നേരം അടച്ചു വെക്കണം കേട്ടോ. അടച്ചു വെക്കുക, നമുക്ക് റാപ്പിംഗ് റോൾ വെച്ച് റാപ്പ് ചെയ്താലും മതി. അപ്പൊ ഇതിന്റെ പതയൊക്കെ മാറി കുറച്ച് കഴിഞ്ഞ് നമുക്കിത് ബോട്ടിൽസിലേക്ക് മാറ്റാം കേട്ടോ. അപ്പൊ നമുക്കിതൊന്ന് കവർ ചെയ്ത് വെക്കാം കേട്ടോ. അപ്പൊ നമ്മളൊരു ക്ലീൻ ഫിലിം എടുത്ത് ഇത് ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് വെക്കുകയാണ് കേട്ടോ. നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഇതെടുത്ത് ഇത് ബോട്ടിൽസിലേക്ക് മാറ്റാം. അപ്പൊ നമ്മള് കവർ ചെയ്ത് വെക്കുകയാണ് കേട്ടോ. അപ്പൊ നമ്മള് ക്ലീൻ ഫിലിം വെച്ച് നല്ലതുപോലെ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിന്റെ ബബിൾസ് ഒക്കെ മാറിയിട്ട് ഇത് ബോട്ടിൽസിലേക്ക് മാറ്റാം കേട്ടോ. അപ്പൊ നമുക്ക് കുറച്ചു നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം കാണാം. അതേ നമ്മൾ കുറച്ചധികം നേരം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ചധികം നേരം വെച്ചാലാണ് നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് കിട്ടുള്ളൂ. നല്ല ട്രാൻസ്പെറന്റ് ആയിട്ട് നമ്മുടെ ഫേസ് വാഷ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മള് ചെയ്യുമ്പോൾ നല്ലോണം ബബിൾസ് ഒക്കെ അല്ലായിരുന്നു. അപ്പൊ ഇപ്പൊ ഞാൻ ഇന്നലെ വൈകിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നേ. ഇന്നതേ നല്ല അടിപൊളിയായി ട്രാൻസ്പെറന്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ബോട്ടിലേക്ക് മാറ്റണം. നല്ല അടിപൊളി ഫേസ് വാഷ് ആണ് കേട്ടോ. കണ്ടില്ലേ, റെഡ് കളറില്. അപ്പൊ നമുക്കിത് ഓരോ ബോട്ടിൽസിലേക്ക് മാറ്റാം കേട്ടോ. അപ്പൊ ഞാൻ ഇതുപോലുള്ള ബോട്ടിൽസിലാണ് നിറയ്ക്കുന്നത്. ഇതിൽ നമ്മുടെ ലാബിലൂടെ വരാനുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് നിറയ്ക്കാം. ഇത് ട്രാൻസ്പെറന്റ് അല്ല കേട്ടോ, അത് കാരണം കൊണ്ട് നമുക്ക് ഉള്ളിലേക്ക് പോണത് കാണാനായിട്ട് പറ്റില്ല. അതേ നല്ല റെഡ് ക്യാപ്പാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഒരെണ്ണത്തിൽ നിറച്ചിട്ടുണ്ട്. അതേ നമ്മൾ ഫേസ് വാഷ് ഒക്കെ ബോട്ടിൽസിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതാണ് പോക്കറ്റ് ഫേസ് വാഷ്. അപ്പൊ നമുക്ക് പുറത്തേക്കൊക്കെ പോകുമ്പോ ഇതുപോലെ വലിയ ബോട്ടിലൊക്കെ നമ്മുടെ ബാഗിലിട്ട് കൊണ്ടുപോകാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കില്ലേ. അപ്പൊ അവർക്കായിട്ടാണ് നമ്മൾ പോക്കറ്റ് ഫേസ് വാഷ് റെഡിയാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പൊ പോക്കറ്റ് ഫേസ് വാഷ് ആണെങ്കിൽ നമുക്ക് ബാഗിലിട്ട് കൊണ്ടുപോകാം. പുറത്തൊക്കെ പോകുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് ഇതുപോലെ ചെറിയ ബോട്ടിൽസിലാണ് കേട്ടോ നമുക്ക് കുറച്ചുകൂടെ കംഫർട്ടബിള്. അപ്പൊ ഇതേ ചെറിയ ബോട്ടിൽസിലാക്കിയിട്ടുണ്ട്, അതുപോലെ തന്നെ വലിയ ബോട്ടിലാക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മളിത് സെയിലും ചെയ്യുന്നുണ്ട്. ആർക്കെങ്കിലും റീസെയിൽ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ നമ്പർ കൊടുക്കാം കേട്ടോ. അപ്പൊ നമ്മളായിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി. അപ്പൊ നമ്മള് എത്രയാണ് നമുക്ക് ഇതിന് റൈറ്റ് വരുന്നത് അതിന്റെ കാര്യങ്ങളൊക്കെ പറയാം കേട്ടോ. അപ്പൊ നമ്മള് ഫേസ് വാഷുകളൊക്കെ ഇതേ ബോട്ടിൽസിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ കുറെ പേരായി ഫേസ് വാഷിന്റെ വീഡിയോ ചെയ്യുമെന്ന് പറഞ്ഞിട്ടാണ്. ഇപ്പൊ എല്ലാവർക്കും ഫേസ് വാഷ് ഉണ്ടാക്കാൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പൊ നമ്മുടെ ഏറ്റവും അടിപൊളി ഫേസ് വാഷ് ആണ്, മേജിക്കൽ ഫേസ് വാഷ് ആണ് കേട്ടോ ഇത്. അപ്പൊ നമ്മളിങ്ങനെ പോക്കറ്റ് ബോട്ടിൽസിലാക്കിയിട്ടുണ്ട് വെച്ചെങ്കിൽ നമുക്ക് ട്രാവൽ ചെയ്യുമ്പോഴും അതുപോലെ തന്നെ പുറത്തൊക്കെ പോകുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് കംഫർട്ടബിൾ ആയിട്ട് പറ്റുന്ന ഒരു അടിപൊളി ഫേസ് വാഷ് ആണ് കേട്ടോ. അപ്പൊ ഇത് ഉണ്ടാക്കുന്ന മെത്തേഡൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും വീഡിയോസ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ എൻ്റെ നമ്പർ കൊടുക്കാം, അതിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ ഫേസ് വാഷിന്റെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പൊ ഇനി ഫേസ് വാഷ് ഉണ്ടാക്കാൻ അറിയില്ല എന്ന് ആരും പറയണ്ട. നമുക്കിതിലെ ഓരോ ഇൻഗ്രീഡിയൻസ് മാറ്റിയിട്ടും ഇതിന്റെ ക്വാളിറ്റി കൂട്ടാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് സിമ്പിൾ മെത്തേഡാണ്. അപ്പോൾ ഇതുപോലെ നല്ല നല്ല വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യം കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്ന വീഡിയോസ് ആയിരിക്കും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ കുറേ പേര് ഇപ്പോഴും എന്താ പറയുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാത്തവരുണ്ട്, അല്ല സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട് കേട്ടോ. അപ്പോൾ അവരൊക്കെ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൽ തൊട്ടപ്പുറത്ത് ആ ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ വീഡിയോ ഇട്ട അപ്പം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ആരും മറക്കണ്ട. അതുപോലെ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. എല്ലാ കമന്റ്സും കാണുന്നുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ നിങ്ങൾ ഇത്രയും നല്ല കമന്റ്സ് നമ്മുടെ കമന്റ് ബോക്സിൽ വന്നിടുന്നതിന്. അപ്പൊ നമുക്ക് നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഇനിയും കാണാം. ബൈ.